ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ടാണ്. അപ്പോൾ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്സാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പീസ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആദ്യം സവോളയും ക്യാരറ്റും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം അതിനു വേണ്ടി ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരണം. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാശ്മീരി ചില്ലിയാണത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം ആ മുട്ടയിലെ വെള്ളമയമൊക്കെ ഒന്ന് പോകുന്നിടം വരെ അതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ പോയി നന്നായിട്ട് വന്നോളും. ഇപ്പം ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കത് നിർത്താവുന്നതാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് ബാക്കി ചെയ്യാം. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതിന് കുറച്ചെടുത്ത് ചെറിയ ബോൾസ് പോലെ ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഷേപ്പ് ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ ബോൾസ് ആയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പം ബ്രെഡ് ക്രംസിലിട്ട് ഒന്നൊന്ന് മുക്കിയെടുക്കുക. ഇനി ഇതിനെ ഞാൻ നമ്മൾ മൈദ മാവിലാണ് ഇപ്പം ഞാൻ ഒന്നുകൂടെ മുക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മുട്ടയാണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിനെ വീണ്ടും ഒന്നുകൂടെ ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ പൊതിഞ്ഞെടുക്കും. ഇപ്പം നമ്മൾ 2 പ്രാവശ്യം ബ്രെഡ് ക്രംസിൽ 2 കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ 2 പ്രാവശ്യം ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഞാനിപ്പം കുറച്ച് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നാൽ മതി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നാൽ മതി. നമ്മൾ അത് മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ എണ്ണ ഒഴിക്കണമെന്നില്ല. അതിനെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ തവണ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് രണ്ടാമത്തെ തവണ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിരുന്നാൽ മതി. അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം ഓരോന്നും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിരുന്നാൽ മതി, ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അത് വെന്ത് വന്നോളും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് കൊടുത്തിരുന്നാൽ എല്ലാ സൈഡും അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോളും.
ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ബോൾസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും അതുപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. അതിനുശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ സെറ്റ് ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്നും നമുക്ക് 4 മണിക്കൊക്കെ കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്